നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീൽസ് ചിത്രീകരണം പാടില്ല എന്നത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. ഈ അടുത്ത സമയത്തും ജസ്ന സലിം അത് ആവർത്തിച്ചപ്പോൾ ഹൈക്കോടതി വീണ്ടും താക്കീത് ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു ചർച്ചാ വിഷയമൊക്കെ ആയിരുന്നു. ഇപ്പോഴാ വീണ്ടും ബിഗ് ബോസ് താരമായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സോഷ്യൽ മീഡിയയിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ജാസ്മിൻ ജാഫർ എന്ന യുവതിയും ഇതേ തെറ്റ് ആവർത്തിച്ചിരിക്കുകയാണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തു. അത് സോഷ്യൽ മീഡിയയിലാകെ പങ്കുവെക്കുകയും. കയ്യിന്ന് പോയടാ ചാർലി. ഒന്ന്, വിവരമില്ലായ്മ, അറിവില്ലായ്മ. ഇപ്പോൾ നടക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ചോ സംഭവ വികാസങ്ങളെ കുറിച്ചോ രാഷ്ട്രീയത്തെ കുറിച്ചോ സാംസ്കാരിക കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നോ ഒന്നിനെ കുറിച്ചും ഒട്ടും അപ്ഡേറ്റഡ് അല്ലാത്ത ഒരു പാരലൽ വേൾഡിൽ ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരിൽ പ്രമുഖ തന്നെയാണ് ഈ ജാസ്മിൻ ജാഫറും. എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം. നാളത്തെ കാര്യം സംശയമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ റീൽസ് ചിത്രീകരിക്കാൻ ഒരു ട്രഡീഷണൽ വേഷം ധരിച്ചാൽ അതിനൊരു ക്ഷേത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ആ പാട്ടിന് ചേരുന്നത്, ആ വേഷത്തിന് ചേരുന്നത് എന്ന് കരുതി അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. എവിടേക്കാണ് പോകുന്നത്, അവിടെ ഇതിന് വിലക്കുണ്ടോ, ഞാൻ ചെയ്യുന്നത് നിയമവിരുദ്ധമാണോ, ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല. പോയേ പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല. അവരുടെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ ആരാധനാലയങ്ങൾ, അത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും എന്താണെങ്കിലും അവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള സംഗതി അല്ല. ഇതിനുവേണ്ടി കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതിനൊക്കെ റീൽസ് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകാനോ ഒക്കെ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇത്തരം സ്ഥലങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നുള്ള ബോധമെങ്കിലും ഉണ്ടാകണം. എന്തുവാ മനുങ്ങൾ എന്താ വേണ്ടേ? നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്രേ മതിയോ?